അയ്യുഹൽ അസ്തിഖാഉ സിആറു ഫിസ്സഫിൽ അവ്വൽ. ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളെ അസ്സലാമു അലൈക്കും. സബാഹുൽ ഖൈർ. മറുപടി പറയാമോ മക്കളെ? എന്താണ് തിരിച്ചു പറയുക? സബാഹുൻ നൂർ. മുംതാസ് യാ അസ്തിഖായി. കൂട്ടുകാരെ, വളരെ ഉഷാറാണല്ലോ നിങ്ങള്. നമ്മൾ എവിടം വരെയാണ് ഖിസ്സ, കഥ പറഞ്ഞു നിർത്തിയത്? അൽ അർനബു അലൽ ഉർജൂഹ. ഊഞ്ഞാലിന്മേലിരിക്കുന്ന അർണബ്, ഊഞ്ഞാലിലാടുന്ന അർണബ്. മൻ യദ്ഫഉഹു. ആരാണ് ഊഞ്ഞാലിൽ അർണബിനെ തള്ളി കൊടുക്കുന്നത്? ആരാണ്? ഓർമ്മയുണ്ടോ? കബ്ഷ്. നഅം. അവിടേക്ക് 3 അസ്ദിഖാകൾ വന്നു, കൂട്ടുകാര്. മൻഹും. അവരാരൊക്കെയാണ്? ഇർഷാദ് മോനുണ്ട്, കൽബ് അബിയല്, നാം ലഖലഖ് അബിയല്. ഉർജുഹയിൽ നിന്ന് ഇറങ്ങി വന്ന അർണബിന് ഇർഷാദ് മോൻ ഒരു ഹദിയ, സമ്മാനം കൊടുത്തു. എന്തായിരുന്നു അത്? കൂട്ടുകാർക്ക് അറിയാമല്ലോ. നാം റുമാൻ അഹ്മർ. ചുവന്ന ഉറുമാൻ പഴം. എങ്കിൽ നമുക്ക് ഇർഷാദ് മോന്റെയും കൂട്ടുകാരുടെയും കൂടുതൽ കഥകൾ ശ്രദ്ധിക്കാൻ 2ാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിച്ചാലോ? രസകരമായ അൽ വഹദത്തു സാനിയ 2ാമത്തെ യൂണിറ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യ പാഠഭാഗം തന്നെ എന്താണെന്ന് അറിയുമോ? ഹയ്യാ നൽഅബു. വരൂ നമുക്ക് കളിക്കാം. വരൂ നമുക്ക് കളിക്കാം. ഹയ്യാ നൽഅബു. ലഅബ്, കളി ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടാകുമോ? ഇല്ലല്ലോ. എങ്കിൽ മക്കളെ, ഹയ്യാ നൽഅബു, വരൂ നമുക്ക് കളിക്കാം. കളി തുടങ്ങാം. ആദ്യം നമുക്ക് നുലാഹിളു സൂറ വനുഅബ്ബിറു. നമുക്ക് ഈ പാഠഭാഗത്തിലുള്ള ചിത്രം ശ്രദ്ധിച്ച് പറഞ്ഞു തുടങ്ങാം. കൂട്ടുകാർക്കൊക്കെ പരിചയമുള്ള കുറച്ച് ആളുകളാണ്. അവരെ കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം കേട്ടോ. അവരൊക്കെ ആരാന്നറിയോ? കളിക്കൂട്ടുകാരാണ്. അവർ നിൽക്കുന്ന ഒരു ചിത്രമാണിത്. അവരുടെ പേരുകൾ നമുക്ക് വീഡിയോ കണ്ട് പറഞ്ഞു നോക്കിയാലോ? മൻ ഹാദാ? ഹാദാ ഇർഷാദ്. ഇർഷാദ് മോന് അല്ലേ? നഅം. സുമ്മ ഹാദാ. നഅം. അർനബ്. ഹാദാ അർനബ്. അർനബ് അബിയല്. ഹാദാ ഹാദാ ലഖലഖ്. നഅം. ലഖലഖ് അബിയല്. വെളുത്ത. ആരാണ്? വെളുത്ത കൊക്ക്. നഅം. നോക്കൂ നിങ്ങൾ, എന്ത് രസമുള്ള കൊക്കല്ലേ. നദിക്കരയിൽ നിൽക്കുന്നു. ഹാദാ. കുലു പറഞ്ഞോളൂ. നഅം കബിഷ്. കബിഷ് അബിയൽ. എല്ലാ കൂട്ടുകാർക്കും കിട്ടുന്നുണ്ട് ഇല്ലേ? കബിഷ്. ഹാദാ കെൽബ്. നഅം കെൽബ് അബിയല്. കെൽബ് അബിയല്. നല്ല രസമുണ്ടല്ലേ കെൽബിനെ കാണാൻ? എന്ത് രസം. കെൽബ് അബിയല്. എങ്കിൽ മാഷേ, നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ബഅദുൽ അസ്ഇല, ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ മക്കളെ? നാം. മൻ ഹാദൽ വലദു. ആരാണ് ഈ ആൺകുട്ടി? പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇർഷാദ്. സഹീഹ്. അഹ്സൻതും. ശരിയാണ്. വെരി ഗുഡ്. മൻ അസ്ദിഖാഉ. ആരാണ് ഇർഷാദിന്റെ കൂട്ടുകാര്? അർണബ് അല്ലേ? ഇർഷാദിന്റെ കയ്യിൽ പിടിച്ച് നടക്കുന്ന അർണബ്. അർണബിന്റെ വറായിൽ പിന്നിൽ ആരോ ഉണ്ടല്ലോ? ലഖലഖ്. മെല്ലിച്ച ഒരു ലഖലഖ് ഉണ്ട്. മൻ വറാ ലഖലഖ്. ലഖലഖിന്റെ പിന്നിൽ ആരോ ഉണ്ടല്ലോ? കബിഷ്. മൻ വറാ അൽ കബിഷ്. കബിഷിന്റെ പിന്നിൽ ആരാ നിൽക്കുന്നത്? നഅം കെൽബ് അബിയല്. കൂട്ടുകാരെ മനസ്സിലായല്ലോ? മിൻ ഐന യജീഉ ഇർഷാദ്. ഇർഷാദ് എവിടുന്നാ വരുന്നത്? എവിടെ നിന്നാണ് ഇവര് കണ്ടുമുട്ടി ഹദിയ അർണബിന് കൊടുത്തത്? ഉർജൂഹത്തിന്റെ അടുത്ത് നിന്നില്ലേ? ബുസ്താൻ എന്നാണ് കൊടുത്തത്. അപ്പോ യജീഉ ഇർഷാദ് മിൻ ബുസ്താൻ. ബുസ്താനിൽ നിന്നാണ് ഇർഷാദ് വരുന്നത്. ഐന യദ്ഹബു ഇർഷാദ് മഅ അസ്ദിഖായിഹി.
അവന്റെ കൂട്ടുകാരോടൊപ്പം ഇർഷാദ് ഇപ്പൊ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടാണ് ഇപ്പോൾ ഇർഷാദ് പോകുന്നത് മക്കളെ? ഇർഷാദ് ഇലാ ബൈത്തിഹി, അവന്റെ വീട്ടിലേക്കാണ് ഇർഷാദ് പോകുന്നത്. ലിമ അഖദ ഇർഷാദ് യദൽ അർണബ്, അർണബിന്റെ കയ്യിൽ എന്തിനാ ഇർഷാദ് പിടിച്ചിരിക്കുന്നത്? എന്തിനാണ് മക്കളെ ഇർഷാദ് പിടിച്ചിരിക്കുന്നത്? നേരത്തെ അർണബിനെ തെരഞ്ഞല്ലേ ഇർഷാദ് പോയത്. ഇർഷാദ് മോന്റെ കൈ വിട്ട ഒട്ടന്നെ അർണബ് എങ്ങോട്ടെങ്കിലും പോകും. അത് പേടിച്ചിട്ട് ഇർഷാദ് ആരെ പിടിച്ചിരിക്കുകയാണ്? ആരുടെ കൈ പിടിച്ചിരിക്കുകയാണ്? അർണബിന്റെ കൈ പിടിച്ചിരിക്കുകയാണ്. ശരിയല്ലേ മക്കളെ? മക്കളെ ഒരൊറ്റ ചോദ്യം കൂടി. എന്താ ചോദ്യം എന്നറിയോ? ഇലാ ഐന യദ്ഹബൂന, കൂട്ടുകാരായ ഇർഷാദും അർണബും ലഖലക്കും കബിഷും കെൽബും എവിടേക്കാണ് പോകുന്നത്? ഇലാ ബൈത്തി ഇർഷാദ്, ഇർഷാദ് മോന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ശരിയല്ലേ? ഇർഷാദ് മോന്റെ ബൈത്തിലേക്കാണ് പോകുന്നത്. ഇനി ചിത്രത്തിലേക്ക് നോക്കൂ പൊന്നു മക്കളെ. മൻ തഖൂമു ഫി വാജിഹത്തിൽ ബൈത്തി, വീടിന്റെ സിറ്റ് ഔട്ടിൽ ആരാണ് നിൽക്കുന്നത്? ഇർഷാദ്, ഇർഷാദിന്റെ സഹോദരി. ഹൽ തഅരിഫു മസ്മുഹ, അവളുടെ പേരെന്താണെന്ന് എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് അറിയുമോ? എന്താണ് അവളുടെ പേരെന്നറിയോ? ഫർഹ. ഫർഹ എന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷമുള്ള പെൺകുട്ടി എന്നാണ്. നോക്കൂ നിങ്ങളെ, ഫർഹ തൻതളിറു അഖാഹു ഇർഷാദൻ, ഫർഹ അവളുടെ സഹോദരനായ ഇർഷാദിനെ കാത്തിരിക്കുകയാണ്. സഹോദരനെ മാത്രമാണോ? അല്ല. വൽ അർണബ, അർണബ്, അവരുടെ വീട്ടിൽ ഇർഷാദിന്റെ കൂടെയുള്ള അർണബിനെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ് നമ്മുടെ ഫർഹ മോളെ. യൻളുറുൽ അബ് വൽ ഉമ്മ ഇലൽ ഖാരിജ്, ഫർഹ മോള് മാത്രല്ല ഉപ്പയും ഉമ്മയും ഒക്കെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എപ്പോഴാണ് നമ്മുടെ കുട്ടി ഇർഷാദ് മോൻ വരിക എന്നിങ്ങനെ കാത്ത് നോക്കി പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ആരെ? അൽ അബു വൽ ഉമ്മ, ഉപ്പയും ഉമ്മയും. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കണ അറിയാം? ഐനഹുവ, എവിടെ മോനെ ഇർഷാദ്, ഇർഷാദ് മോൻ എവിടെ? ഫജ്അതൻ, പെട്ടെന്ന്, റഅത് ഫർഹ അൽ അർനബ മഅ ഇർഷാദ്, ഫർഹ മോളില്ലേ അർനബിനെ ഇർഷാദിന്റെ കൂടെ കണ്ടു. പെട്ടെന്ന് ഇർഷാദിന്റെ കൂടെ അർനബിനെയും കണ്ടു. ആരാ കണ്ടത്? ഫർഹ മോള്. ഫരിഹത്ത് ഫർഹ വക്കാലത്ത്, ആ സമയത്തില്ലേ ഫർഹ മോൾക്ക് വലിയ സന്തോഷമായി. എന്നിട്ട് അവൾ പറഞ്ഞ എങ്ങനെയെന്നറിയോ? ഹായ് അർനബ്. പറഞ്ഞ മക്കളെ, ഹായ് അർനബ്. രസമല്ലേ? നിങ്ങളുടെ ഉപ്പ മിഠായി ഒക്കെ കൊണ്ടുവരുമ്പോ നിങ്ങളെന്താ പറയാ? ഹായ് ഉപ്പ, ഹായ് മിഠായി എന്ന് പറയില്ലേ? അതേപോലെ ഇവിടെ നോക്കൂ നിങ്ങള്, അർനബിനെ കണ്ട പാടെ ഫർഹമോള് പറയാണ് ഹായ് അർനബ്. അവരുടെ വീട്ടിൽ അവരെപ്പോഴും കളിക്കുന്നതാണ്. ആരുടെ കൂടെ? അർനബിന്റെ കൂടെ. അർനബിനെ കണ്ടപ്പോ പറയാണ് ഹായ് അർനബ്. ഇനി അടുത്തത് വായിക്കാം. അഹ്ലൻ അഹ്ലൻ, ഒന്ന് വായിച്ച മക്കളെ. അഹ്ലൻ അഹ്ലൻ, എന്താണ് വായിക്കുക? അഹ്ലൻ അഹ്ലൻ. എന്താ അങ്ങനെ പറഞ്ഞാൽ? വെൽക്കം വെൽക്കം. പിന്നെന്താ പറഞ്ഞത്? വെൽക്കം ചെയ്തു അല്ലേ? വെൽക്കം ചെയ്തു, സ്വാഗതം സ്വാഗതം എന്ന് പറഞ്ഞു. അഹ്ലൻ അഹ്ലൻ എന്ന് പറഞ്ഞു. അത് രണ്ടും ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഹായ് അർനബ് അഹ്ലൻ അഹ്ലൻ. ഹായ് അർനബ് അഹ്ലൻ അഹ്ലൻ. മാത്രമോ? പിന്നെന്താ പറഞ്ഞത് എന്നറിയോ? അവർക്ക് വീട്ടിലേക്ക് കയറണ്ടേ? തആലിലൽ ബൈത്തി, വീട്ടിലേക്ക് വരൂന്ന്. തആൽ ഇലൽ ബൈത്തി, വീട്ടിലേക്ക് വന്നോളൂ.
വീട്ടിലേക്ക് വരുവിൻ. തആൽ ഇലൽ ബൈത്തി, വീട്ടിലേക്ക് വരുവിൻ. ആരാ പറഞ്ഞത്? ഫർഹമോള്. ഫർഹമോൾ എവിടെയാ നിൽക്കുന്നത്? ഫി വാജിഹത്തിൽ ബൈത്ത്, വീടിന്റെ കൊലായിൽ നിൽക്കുന്ന ഫർഹമോളാണ് പറഞ്ഞത് അഹ്ലൻ അഹ്ലൻ തആലിലൽ ബൈത്തി. മാഷ കൂടെ പറയാമോ കൂട്ടുകാരെ? ഹായ് അർണബ് ഒന്ന് പറഞ്ഞേ മക്കളെ. ഹായ് അർണബ്. അഹ്ലൻ അഹ്ലൻ പറയൂ കൂട്ടുകാരെ. അഹ്ലൻ അഹ്ലൻ തആലിലൽ ബൈത്തി. തആൽ ഇലൽ ബൈത്തി. ഒന്നുകൂടെ പറഞ്ഞോളൂ. തആൽ ഇലൽ ബൈത്തി. തആൽ എന്ന് പറയാൻ പ്രയാസമുണ്ടോ? ഇല്ലല്ലോ. തആൽ ഇലൽ ബൈത്തി, വീട്ടിലേക്ക് കയറി വരൂ, വീട്ടിലേക്ക് കയറി വരൂ. വെൽക്കം വെൽക്കം. അഹ്ലൻ അഹ്ലൻ. ആരാ പറഞ്ഞത്? ഫർഹമോള്. ഒന്നുകൂടെ നമുക്ക് ഒരുമിച്ച് വായിക്കല്ലേ? ആരാണ് ചിത്രത്തിലുള്ളത്? അർണബ് അല്ലേ? ഹായ് അർണബ്. ഫർഹമോൾ എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് ഹായ് അർണബ്. പിന്നെന്താണ് ഫർഹമോള് പറഞ്ഞത്? അല്ലേ? അർണബിനെ ഇർഷാദിന്റെ കയ്യിൽ കണ്ടപ്പോ ഫർഹമോള് പറയാണ് അഹ്ലൻ അഹ്ലൻ, വെൽക്കം വെൽക്കം. അഹ്ലൻ അഹ്ലൻ. ഫർഹമോളാണ് പറയണത് അഹ്ലൻ അഹ്ലൻ. അവസാനം എന്താ? ഒന്നുകൂടെ പറഞ്ഞിരുന്നല്ലോ, കൂട്ടുകാർക്കറിയില്ലേ? തആൽ ഇലൽ ബൈത്തി. തആൽ ഇലൽ ബൈത്തി, വീട്ടിലേക്ക് കേറി വരൂ. ഹാദാ ബൈത്തി ഹാദാ ബൈത്തി യാ അഹ്ബാബി. ഹാദാ ബൈത്തി ബൈത്തി ഹാദാ അജ്മലു ബൈത്തി യാ അഹ്ബാബി. ഹാദാ ബൈത്തി. ഉൻളുറു ഇല സൂറ, ചിത്രത്തിലേക്കൊന്ന് നോക്കൂ മക്കളെ. മാതാ നുഷാഹിദു, നമ്മൾ എന്താണ് കാണുന്നത്? ഇർഷാദ് മോനും ഫറഹയും കൂട്ടുകാരും പാട്ടുപാടുകയാണല്ലേ. നോക്കൂ, കുറേ പുതിയ കൂട്ടുകാരും ഉണ്ടല്ലോ. നോക്കൂ നിങ്ങൾ, ആരാണ് ചെണ്ട കൊട്ടുന്നത്? ആരാണ്? നോക്കൂ, ആരാണ് വീണ വായിക്കുന്നത്? ആരാണ് കുഴലിലൂതുന്നത്? നോക്കൂ, ആരൊക്കെയാണ് ഡാൻസ് ചെയ്യുന്നത്? തബല കൊട്ടുന്നതൊക്കെ ആരൊക്കെയാണ്? അയ്യോ, എത്ര ആളുകളാണല്ലേ. ഇർഷാദ് മോനും ഫറഹമോൾക്കും ഒരുപാട് കൂട്ടുകാരുണ്ടായി അല്ലേ. നോക്കൂ നിങ്ങളെ, ആരൊക്കെയാണത്? ഒരുപാട് പുതിയ കൂട്ടുകാരുണ്ടായി. അവർ പാടിയ പാട്ട് ഇനിയും നമുക്ക് കേൾക്കണ്ടേ? എങ്കിൽ നമുക്ക് അവർ പാടിയ പാട്ട് കേൾക്കാം കേട്ടോ. ഹാദാ ബൈത്തി ഹാദാ ബൈത്തി യാ അഹ്ബാബി. ഹാദാ ബൈത്തി ബൈത്തി ഹാദാ അജ്മലു ബൈത്തി യാ അഹ്ബാബി. ഹാദാ ബൈത്തി യാ അഹ്ബാബി. ഹാദാ ബൈത്തി. ഹാദാ ബൈത്തി ഹാദാ ബൈത്തി യാ അഹ്ബാബി. ഹാദാ ബൈത്തി ഹാദാ ബൈത്തി ഹാദാ ബൈത്തി യാ അഹ്ബാബി. ഹാദാ ബൈത്തി ബൈത്തി ഹാദാ അജ്മലു ബൈത്തി യാ അഹ്ബാബി. ഹാദാ ബൈത്തി ബൈത്തി ഹാദാ അജ്മലു ബൈത്തി യാ അഹ്ബാബി. ഹാദാ ബൈത്തി യാ അഹ്ബാബി. ഹാദാ ബൈത്തി. ഹാദാ ബൈത്തി ഹാദാ ബൈത്തി, എൻ്റെ വീട് ഇതെൻ്റെ വീട്.
യാ അഹ്ബാബി ഹാദാ ബൈത്തി. സ്നേഹിതന്മാരെ ഇതെന്റെ വീട്. ബൈത്തി ഹാദാ അജ്മലു ബൈത്തി. എന്റെ വീട് ഏറ്റവും ഭംഗി. യാ അഹ്ബാബി ഹാദാ ബൈത്തി. സ്നേഹിതന്മാരെ എന്റെ വീട്. കൂട്ടുകാരെ, ഇനി ഈ ഗാനം നമുക്ക് കേട്ടുപാടിയാലോ? ടീച്ചർ പാടുന്നത് കേട്ട് നമുക്ക് കൂടെ പാടി നോക്കാം. പല ആവർത്തി നിങ്ങൾ ഈ പാട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മക്കളെ? ഇനി ടീച്ചർ പാടുന്നതിൻ്റെ കൂടെ നിങ്ങളും പാടുമല്ലോ. വളരെ എളുപ്പമുള്ള ഉൻഷൂദയല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാ കുട്ടികളും വളരെ ഉഷാറായി ടീച്ചർ പാടിയത് കേട്ട് പാടണേ. ഹാദാ ബൈത്തി ഹാദാ ബൈത്തി യാ അഹ്ബാബി ഹാദാ ബൈത്തി. ഹാദാ ബൈത്തി ഹാദാ ബൈത്തി യാ അഹ്ബാബി ഹാദാ ബൈത്തി. ബൈത്തി ഹാദാ അജ്മലു ബൈത്തി യാ അഹ്ബാബി ഹാദാ ബൈത്തി. ബൈത്തി ഹാദാ അജ്മലു ബൈത്തി യാ അഹ്ബാബി ഹാദാ ബൈത്തി. യാ അഹ്ബാബി ഹാദാ ബൈത്തി. ഹാദാ ബൈത്തി ഹാദാ ബൈത്തി. എന്റെ വീട് ഇതെന്റെ വീട്. യാ അഹ്ബാബി ഹാദാ ബൈത്തി. സ്നേഹിതന്മാരെ ഇതെന്റെ വീട്. ബൈത്തി ഹാദാ അജ്മലു ബൈത്തി. എന്റെ വീട് ഏറ്റവും ഭംഗി. യാ അഹ്ബാബി ഹാദാ ബൈത്തി. സ്നേഹിതന്മാരെ ഇതെന്റെ വീട്. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇർഷാദ് അവന്റെ വീട്ടിലേക്ക് വരുമ്പോൾ വാജിഹത്തിൽ ബൈത്തിൽ ആരുണ്ടായിരുന്നു? നമ്മുടെ ഫറഹ ഉണ്ടായിരുന്നു ഇല്ലേ? ഫറഹ അർണബിനെ കണ്ടപ്പോ എന്താ പറഞ്ഞത്? നമുക്കൊന്ന് പറഞ്ഞു നോക്കല്ലേ. ഹായ് അർണബ്, അഹ്ലൻ അഹ്ലൻ, തആൽ ഇലൽ ബൈത്തി. പൊന്നുമക്കളെ, അവസാനം നമ്മൾ പറഞ്ഞത് എന്താണ്? തആൽ ഇലൽ ബൈത്തി, വീട്ടിലേക്ക് വരൂന്ന്. അതല്ല നമ്മുടെ വിഷയം. നോക്കൂ മക്കളെ, അതിൽ 2 അക്ഷരങ്ങൾക്ക് അഹ്മർ നിറമാണുള്ളത്. ചുവപ്പ് നിറം, റുമാനിന്റെ നിറം, അഹ്മർ നിറം. നോക്കൂ നിങ്ങൾ, ആ അക്ഷരങ്ങൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത് മക്കളെ? കുഞ്ഞുങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ആ അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കാറുണ്ടല്ലേ? എങ്കിൽ നമുക്ക് ഇന്ന് ആ അക്ഷരം എഴുതാനും വായിക്കാനും പഠിക്കാം. എങ്ങനെയാണ് ആ അക്ഷരം എഴുതുന്നത് എന്ന് നോക്കണേ. ഏതാണ് മക്കളെ ആ അക്ഷരം? താഴ് അക്ഷരമാണ് നമുക്ക് പഠിക്കാനുള്ളത്. എങ്ങനെയാണ് താഴ് അക്ഷരം എഴുതുക എന്ന് നോക്കിയാലോ? എങ്കിൽ നമുക്ക് വീഡിയോ കാണാം. വലതുഭാഗത്ത് നിന്ന് തുടങ്ങി വളച്ചു കൊണ്ടുവന്ന് ഇടതുഭാഗത്ത് അവസാനിച്ചു. അതിനു മുകളിൽ 2 പുള്ളി കൊടുത്താൽ എന്താണ് അക്ഷരം? ത. വലതുഭാഗത്ത് നിന്ന് തുടങ്ങി വളച്ചു കൊണ്ടുവന്ന് ഇടതുഭാഗത്ത് അവസാനിച്ചു. അതിനു മുകളിൽ 2 പുള്ളി കൊടുത്തു. ത. വലതുഭാഗത്ത് നിന്ന് തുടങ്ങി ഇടതുഭാഗത്ത് അവസാനിച്ചു. അതിനു മുകളിൽ 2 പുള്ളി കൊടുത്തു. ത. കൂട്ടുകാരെ, ഇനി താഴ് അക്ഷരത്തിന് ഹർക്കത്തുകൾ നൽകി എഴുതാം. നോക്കൂ നിങ്ങൾ, 2 പുള്ളിയും കൊടുത്തു. മുകളിൽ ഫത്ഹ കൊടുത്താൽ ത. വലതുഭാഗത്ത് നിന്ന് തുടങ്ങി ഇടതുഭാഗത്തേക്ക് വളച്ചു കൊണ്ടുവന്ന് അതിനു മുകളിൽ 2 പുള്ളി കൊടുത്തു. പിന്നെ ലൊമ്മ വള്ളിയും കൊടുത്തു. അപ്പോൾ ഏതാണ് അക്ഷരം? തു. വലതുഭാഗത്തു നിന്ന് തുടങ്ങി ഇടതുഭാഗത്തേക്ക് വളച്ചെഴുതി അതിനു മുകളിൽ 2 പുള്ളി കൊടുത്തു. താഴെ കസ്രയും കൊടുത്തു. തീ.
കുഞ്ഞുമക്കളെ നമുക്ക് ഒരു പ്രാവശ്യം കൂടി എഴുതി നോക്കാം. നോക്കൂ, വലതുഭാഗത്തുനിന്ന് തുടങ്ങി വളച്ചെഴുതി ഇടതുഭാഗത്ത് അവസാനിച്ച് അതിനു മുകളിൽ 2 പുള്ളി കൊടുത്ത് ഫതഹയും നൽകിയാൽ ഏതാണ് അക്ഷരം? ത. ത. വലതുഭാഗത്തുനിന്ന് തുടങ്ങി വളച്ചു കൊണ്ടുവന്ന് ഇടതുഭാഗത്ത് അവസാനിച്ച് അതിനു മുകളിൽ 2 പുള്ളി കൊടുത്ത് അതിനു മുകളിൽ വള്ളി ലൊമ്മയും കൊടുത്താൽ തൂ. വലതുഭാഗത്തുനിന്ന് കൊണ്ടുവന്ന് വളച്ചെഴുതി ഇടതുഭാഗത്ത് അവസാനിച്ച് അതിനു മുകളിൽ 2 പുള്ളി കൊടുത്ത് അവസാനം അതിന് താഴെ കസ്റ് കൊടുത്താൽ തീ. എൻ്റെ കുഞ്ഞുമക്കളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണേ. അപ്പോ എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചത്? ഹായ് അർണബ് പഠിച്ചു, അഹ്ലൻ അഹ്ലൻ പഠിച്ചു, തആലിൽ ബൈത്തി പഠിച്ചു അല്ലേ? നമ്മുടെ ഇർഷാദിന്റെ കൂട്ടുകാരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അല്ലേ? ഈ പാഠഭാഗം നിങ്ങൾ പല പ്രാവശ്യം ഈ വീഡിയോ കണ്ട് വീണ്ടും വീണ്ടും വായിച്ചു പഠിക്കുമല്ലോ മക്കളെ. ത എന്നുള്ള അക്ഷരം നമ്മൾ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ദഫ്തറിലോ സ്ലൈറ്റിലോ എഴുതി പല പ്രാവശ്യം എഴുതി പഠിക്കണം കേട്ടോ. എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ വലതുഭാഗത്തു നിന്ന് തന്നെ തുടങ്ങിയിട്ട് എഴുതണം. നമ്മുടെ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ പല പ്രാവശ്യം ത അക്ഷരം എഴുതി പഠിക്കുമല്ലോ. കൂട്ടുകാരെ, മറ്റൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? യാ അഹ്ബാബി എന്ന മനോഹരമായ ഗാനം നമ്മൾ പല പ്രാവശ്യം കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞില്ലേ? അതും നിങ്ങൾ പല ആവർത്തി ചൊല്ലി ചൊല്ലി പഠിച്ച് അത് ടീച്ചർക്ക് വോയിസ് ആയിട്ട് നിങ്ങൾ പാടി അയച്ചു കൊടുക്കുകയും ചെയ്യണേ. ഏതൊക്കെയാണ് അയച്ചു കൊടുക്കേണ്ടത്? ത അക്ഷരം പല പ്രാവശ്യം എഴുതിയിട്ട് അത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ പിന്നെന്താണ് അയച്ചു കൊടുക്കേണ്ടത്? ഹാദാ ബൈത്തി എന്നുള്ള മനോഹരമായ ഗാനം നിങ്ങൾ കാണാതെ പഠിക്കണം. പഠിച്ചിട്ട് അത് നിങ്ങൾ പാടി നിങ്ങളുടെ ടീച്ചറുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുകയും ചെയ്യുമല്ലോ. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മക്കളെ, എല്ലാവരും LP അറബിക് ക്ലാസ് റൂം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ദുംതും ഫീ റിആയത്തില്ലാഹി വഹിഫ്ളിഹി. അസ്സലാമു അലൈക്കും.